കൂട്ടുകാരെ, മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ അടിപൊളിയാണ് പപ്പായ പുളിശ്ശേരിയും. അതിനായിട്ട് നമ്മളൊരു പകുതി പപ്പായയുടെ പഴുപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പായയുടെ പഴുപ്പ് നമുക്ക് ഈ ചട്ടിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്, അപ്പോൾ നമുക്ക് നല്ല ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പും കൂടെ നമുക്ക് ഇട്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അരപ്പുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വെന്ത് കിട്ടണം. അരപ്പ് നമുക്ക് ഈ ചാറയും കൂടെ കഴുകി നമുക്ക് ചേർത്ത് കൊടുക്കും. ഒരു വിധം നമുക്ക് നന്നായിട്ടൊരു ചാറ് കിട്ടണം. ഒത്തിരി കട്ടിക്കല്ലാത്തൊരു ചാറായിട്ട് എടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമേ വേഗം വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടാണ്. ഇനിയിപ്പം ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അരപ്പൊക്കെ ഇട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ചട്ടിയിലെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല ചൂടായി വരുമ്പോഴത്തേനും അരി പൊള്ളിച്ചെടുക്കാം. അരിയൊക്കെ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് എണ്ണയിൽ. നമുക്ക് ഈ അരി വറുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് താളിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ കറിയിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു കറിയാണ്.